ഹായ് ഗൈസ്, സാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു നൈറ്റ് ഡ്രൈവിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മുടെ കൂടെ ഒരു ഗൾഫുകാരനുണ്ട്, പുള്ളിയെ ഒന്ന് സന്തോഷിപ്പിക്കണം, അതാണ് നമ്മുടെ മെയിൻ അജണ്ട. നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഒരു കിന്നാരം ചോദിക്കാം. ആലരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളന്താ. ആലരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളന്താ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നേരം ഇങ്ങനെ വെളുത്ത് വരുന്നു. നമ്മളിപ്പോൾ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായി. അപ്പോൾ നമ്മളെ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആനക്കുളം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആനക്കുളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഉഗ്രതാണ് ഇത് 0 ഡിഗ്രി താഴെയാണെന്ന് തോന്നുന്നു. രാവിലത്തെ വൈബ് വേറെ ലെവലാണ്. ഈ ഒരു ഫീല് മൂന്നാറിലെ ആൾക്കാർ തിരക്ക് കൂട്ടി കാണാൻ പോകും. ഇവിടെ ജിജു വേല കാണാം നമുക്ക്. ആൾക്കാർക്ക് അറിയാത്തോണ്ടാണ്. ആക്ച്വലി അതാണ് സത്യം. അറിഞ്ഞെങ്കിൽ എപ്പോ വെച്ച് കേറിയെന്ന് ചോദിച്ചത്. അതെ, ഈ സാധനം കാണാനാണ് ആൾക്കാർ മൂന്നാർ കയറുന്നത്. കിലോമീറ്റർ കൂടുതൽ തിരക്ക് തള്ളി മൂന്നാർ എത്തിയിട്ട് 10-40 കിലോമീറ്റർ വീണ്ടും പോകണം ഈ സാധനങ്ങൾ കാണാൻ. അപ്പോൾ നമ്മൾ റൂമൊക്കെ സെറ്റാക്കിയിട്ട് ആനക്കുളം എന്നുള്ള സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനക്കുളത്തിലെ വൈബ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് കൂട്ടാട്ടോ ആനകളും നിൽക്കുന്നത്. 4 ചോദിക്കുന്നത് പൊളി. നമുക്ക് ആനക്കുളത്ത് കുളിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മൾ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് കുളിക്കാൻ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം കുളിക്കടവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ജീപ്പ് പോണ വഴി തന്നെ ഇത്.
ഇതാണ് മുണ്ടൂർ സാഹിബ്. ആക്ച്വലി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു രക്ഷയല്ല കേട്ടോ, സൂപ്പർ സ്ഥലമാണ്. ഇത് വെള്ളം കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും ഇതൊരു വൈബുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓളി വൈബാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഏതാണ്ട് നട്ടുച്ചയ്ക്കാണ് വന്നേക്കുന്നത്, ഒരു മണി സമയത്ത്. പക്ഷെ ഇവിടുത്തെ വെള്ളം അൺസഹിക്കബിൾ തണുപ്പാണ്. അതിൻ്റെ റിയാക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനക്കുളം മിസ് ചെയ്താലും മൂന്നാർ ഭാഗത്തോട്ട് ഭയങ്കര ക്രൗഡാണ്. പക്ഷേ ഇവിടെ അധികം ക്രൗഡ് വന്ന് തുടങ്ങിയിട്ടില്ല. മൂന്നാറിൻ്റെ ഫീൽ ഇവിടെയും കിട്ടും. ക്രൗഡും കുറവാണ്, എക്സ്പെൻസും കുറവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഉഗ്ര സ്ഥലം. നമുക്ക് വേറൊരു ഷോട്ടായിട്ട് ഇരിക്കാം. ഒരു അടിപൊളി കുഴിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിന്നപ്പോൾ ഏകദേശം വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയി ഇരുട്ടി. നമ്മുടെ കൂട്ടത്തോടെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. ഇത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല, പക്ഷേ ഇന്ന് നമ്മുടെ ടൈം നല്ലതായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. ഇത് ഒരു 50 മീറ്റർ അടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു ഫീലിംഗ് ഒന്ന് വേറെയാണ്. ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല. എന്തായാലും ആനക്കുളം, മൂന്നാർ വരുന്നവർ ആനക്കുളം മിസ് ചെയ്യരുത്. അപ്പോൾ ക്വിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എൻഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. കഴക്കൂട്ട ബ്രിഡ്ജിലൂടെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. പോകുമ്പോൾ വീട്ട് വരമ്പത്തൊരു ജനത്തണ്ണാൻ വെള്ളക്കാരൻ സായിപ്പാണ്ടൻ വല്ലാത്തൊരു സൂത്രക്കാരൻ നേരത്ത പോലൊരു തീവണ്ടിയല്ലേ കൂകിപ്പായണത്. ഓദിത്തിക്കാരാദിത്യത്തെ
அம்மாடி புதுசா கோவம் மாலே இங்க தீரல பாயாசம் கேக்குதா காத்தே இங்க வீசல காத்தாடி கேக்குதா காத்தாடி நீ ஒண்ணும் மண்ணு இல்ல தேன்மொழி பூங்கொடி பாடி போச்சே என் செடி வான்மதி பைங்கிளி ஆசை தீர பொன்வீணை என்னுள்ளே மௌனம் ഉഴുകും നാദം തോതും പേരി നീങ്ങും വേഗം മണ്ണിനേകം ഏതോ കാവ്യം പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പൊന്നാറ്റിനപ്പുറത്തു നിന്നു ഉന്നാരം ചൊല്ലി വന്നു പാടം പൂത്ത കാലം പാടാൻ വന്നു ഭയങ്കര പാടാണ് ഈ പാട്ടെടുക്കുക. വികാര കേയുമാ തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ പിൻവിളിയാണോ ഒരു വരിയും കൂടി പാടിയിട്ട് ഒരു വരി കൂടി പാടി കൊരവള പൊട്ടി മരി പഞ്ചാര പണെങ്കിൽ